കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ഇന്ന് രാവിലെയും കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമ്മെ സൂക്ഷിക്കുകയും ബലപ്പെടുത്തുകയും കർത്താവിൻ്റെ ശക്തി കൊണ്ട് നമ്മെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന ആ വിലപ്പെട്ട സ്നേഹത്തിന് ഞാൻ 1000 നന്ദി യേശു രാജാവിന് അർപ്പിക്കുകയാണ്. ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും അതൊരു വിടുതലും ആശ്വാസവും ആകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കും അനുഗ്രഹമാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എഴുതിയിടുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് സ്തോത്രം ചെയ്യാൻ ദൈവ അവസരങ്ങൾ തരുന്നുണ്ട്. തീർച്ചയായും കർത്താവ് നിങ്ങളുടെ കണ്ണുനീരൊപ്പും, നിങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം ദൈവം വരുത്തും, നിങ്ങളുടെ തലമുറകളെ ദൈവം ആദരിക്കും. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ ഞെരുക്കത്തിൽ നിന്ന്, ഈ കഷ്ടതയിൽ നിന്ന്, ഈ ദാരിദ്ര്യത്തിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് ഒരു പുതുജീവൻ നൽകി നിങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും കൃപയിൽ മറയ്ക്കുകയും ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായി നിങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: യേശു എന്നു പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി ശീലോകാം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യകാല ശുശ്രൂഷയിൽ ധാരാളം ആളുകളെ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട്. ചെവി കേൾക്കാത്ത ചെകിടന്മാർക്ക് ദൈവം കേൾവി കൊടുത്തിട്ടുണ്ട്. കണ്ണ് കാണാത്ത കുരുടന്മാർക്ക് ദൈവം കാഴ്ച കൊടുത്തിട്ടുണ്ട്. മുടന്തി നടന്നതിനെയൊക്കെ ദൈവം നേരെ നടത്തിയിട്ടുണ്ട്. ഗൂനിയായ സ്ത്രീയെ യേശു നിവർത്തി നടത്തിയിട്ടുണ്ട്. രക്തസ്രാവമുള്ള സഹോദരിയെ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട്. കുഷ്ഠം ബാധിച്ച മനുഷ്യനെ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട്. യേശു കർത്താവ് മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. യായിറോസിൻ്റെ വീട്ടിൽ തൻ്റെ മകളെ യേശു ഉയർപ്പിച്ചു. ബെഥാനിയയിൽ ലാസറിൻ്റെ വീട്ടിൽ ലാസറിനെ യേശു ഉയർപ്പിച്ചു. നൈലിലെ വിധവയുടെ ഏകമകനെ യേശു ഉയർപ്പിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള അത്ഭുത പ്രവൃത്തികൾ അല്ലാതെ ഒട്ടനവധി കാര്യങ്ങൾ യേശു ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നും ബൈബിളിനകത്ത് എഴുതിയിട്ടില്ല. ധാരാളം കാര്യങ്ങൾ പാലസ്തീൻ്റെ നാടുകളിൽ, ഗലീല തീരങ്ങളിൽ അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു കർത്താവ് ചെയ്തിട്ടുണ്ട്. എന്തിനേറെ പറയണം, പനിയായി കിടന്ന പത്രോസിൻ്റെ അമ്മായിമ്മയുടെ പനി മുതൽ നാറ്റം വെച്ച് കല്ലറയിൽ 4 നാൾ കിടന്ന ലാസറിനെ വരെ കർത്താവ് ഉയർപ്പിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ യേശുവിൻ്റെ പദ്ധതി. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഒരു വ്യക്തിയുടെ സാക്ഷ്യമാണ്. ആ വ്യക്തി ജന്മനാ കുരുടനായ ഒരു വ്യക്തിയായിരുന്നു. യേശു കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ട് അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു എന്ന് ചോദിക്കുകയാണ്. ഇവനിങ്ങനെ ഇരിക്കാൻ കാരണം, ഇവനിങ്ങനെ കുരുടനായി ജനിക്കാൻ കാരണം ആര് പാപം ചെയ്തിട്ടാണ്? ഇവൻ്റെ അമ്മയോ ഇവൻ്റെ അപ്പനോ ഇവൻ്റെ സഹോദരങ്ങളോ പാപം ചെയ്തിട്ടാണോ ഇവനിങ്ങനെ ഇരിക്കുന്നേ എന്നുള്ള ഒരു ചോദ്യം ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുക. മോശയ്യ ന്യായപ്രമാണം വെച്ചുകൊണ്ടാണ് ശിഷ്യന്മാർ യേശുവിനെ ഒന്ന് അളന്ന് ചോദിച്ചത്. എന്നാൽ യേശു കർത്താവ് പറയുകയാണ്, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല ഇവൻ ഇങ്ങനെ ഇരിക്കാൻ കാരണം. അവൻ്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. യോഹന്നാൻ 9:3 പറയുകയാണ്, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില പ്രയാസങ്ങൾ, ചില രോഗങ്ങൾ,
ചില കഷ്ടതകൾ, അല്ലെങ്കിൽ കടഭാരം, അല്ലെങ്കിൽ മക്കളുടേതായ വിഷയം, തലമുറയില്ലാതെ ഇരിക്കുന്ന കുടുംബജീവിതം, കടം കയറി മുടിഞ്ഞു കിടക്കുന്ന അന്തരീക്ഷം, നമ്മൾ പറയാറുണ്ട്, അത് ദൈവത്തിൻ്റെ കോപമാണ്, ദൈവശാപമാണ്, അവൻ്റെ അപ്പനും അമ്മയൊക്കെ ചെയ്തതിൻ്റെയൊക്കെ അവൻ എന്ത് ചെയ്യുക, അനുഭവിക്കുക എന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. നമുക്ക് വരുന്നതെല്ലാം ദൈവഗീതവും മറ്റുള്ളവർക്ക് വരുന്നതെല്ലാം ശാപവുമാണെന്നാണ് വിശ്വാസികളായിരിക്കുന്ന നമ്മുടെയൊക്കെ അകത്ത് കിടക്കുന്ന ചിന്ത. ഒരാൾ രോഗിയായിട്ട് ആശുപത്രിയിൽ പോകുമ്പോൾ പറയും, അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് പോയെ, അവൻ്റെ കയ്യിലിരിപ്പും കൊണ്ടാണ് ആ സർജറി നടന്നത്, അവൻ്റെ കയ്യിലിരിപ്പും കൊണ്ടാണ് രോഗം വന്നത്. നാളെ നമ്മുടെ വീട്ടിൽ, നമ്മളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ വീടിനകത്തുള്ള ആളുകളിൽ ഈ പ്രതിസന്ധി വരുമ്പോൾ നമ്മളെന്താ പറയും? സാത്താൻ പോരാടി, സാത്താൻ അസൂയ കാണിച്ചു, ബന്ധനമാണ്, ദൈവം എന്നെ പരീക്ഷിക്കുകയാണ്, ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ശിക്ഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെന്ത് ചെയ്യും? തടിയൂരും. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ ഭൂമിയിൽ, ഈ മണ്ണിൽ ജനിച്ച ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിലെ സകല കഷ്ടതകൾ കൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ മനുഷ്യനായിട്ട് ജഡാവതാരം എടുത്തതുകൊണ്ട് ഈ ഭൂമിയിൽ മനുഷ്യൻ എന്തൊക്കെ കാര്യങ്ങളെ ഫേസ് ചെയ്യുന്നു അതെല്ലാം കർത്താവ് തരണം ചെയ്തു. യേശുവിന് അത് സഹിക്കേണ്ടി വന്നു. മനുഷ്യൻ്റെ ശാപം അവൻ്റെ തോളിൽ എടുക്കേണ്ടി വന്നു. മനുഷ്യൻ പാപം അവൻ വഹിക്കേണ്ടി വന്നു. ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഈ ഭൂമിയിൽ, ഈ പ്രകൃതിയിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. പക്ഷെ അത് പോരാട്ടമാണ്, പിശാചാണ്, ബന്ധനമാണ് എന്ന് പറയാതെ, പകരം അതെല്ലാം ശാപമാണ്, അവർക്ക് വന്നതെല്ലാം ശാപമാണ്, അവൾ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്, അവൻ അങ്ങനെ ചെയ്തതിൻ്റെ ദോഷമാണ് എന്നൊക്കെ പറയാതെ, ഇതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം, ഇതിൻ്റെ പുറകിലുള്ള പദ്ധതി, മാസ്റ്റർ പ്ലാൻ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഇടയിൽ ഒരാൾ, നമ്മുടെ പള്ളിയിൽ വരുന്ന ഒരാൾക്ക് ഒരു രോഗം വന്നെന്നിരിക്കട്ടെ, പെട്ടെന്ന് പറയരുത് അവൻ്റെ കയ്യിരിപ്പ് കൊണ്ട്, അല്ലെങ്കിൽ അവൻ ചെയ്തത് പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പറയരുത്. അവനെ ദൈവം ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടി, ദൈവം അവനെ ഒന്ന് രൂപാന്തരപ്പെടുത്താൻ വേണ്ടി ദൈവം ചെറിയ പരീക്ഷണങ്ങളിൽ കൂടെ കടത്തിവിടുക എന്ന് മാത്രമേ ഉള്ളൂ. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ കൊട്ടാരക്കരയ്ക്കടുത്ത് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു ചർച്ചിൽ കടന്നുപോയി. ആ ചർച്ചിൽ കടന്നു പോയിട്ട് പ്രസംഗിച്ചിട്ട് ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചർച്ചിലെ പാസ്റ്റർ എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് എൻ്റെയും കൂടെ സുഹൃത്താണ്. അപ്പം ഞങ്ങളിങ്ങനെ ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ രണ്ടുപേരുടെയും സുഹൃത്തായിരിക്കുന്ന മറ്റൊരു ദൈവദാസനെ പറ്റി ഞങ്ങളവിടെ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ സംസാരിക്കേണ്ടി വന്നു. ആ സമയം എന്നെ വിളിച്ച കൊട്ടാരക്കരയിലുള്ള പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്റർ, ആ പുള്ളി ഹാർട്ടിന് പ്രയാസം വന്ന് ഇപ്പോൾ വീട്ടിൽ വിശ്രമിക്കുകയാണ്. ഒരു ആൻജിയോപ്ലാസ്റ്റൊക്കെ കഴിഞ്ഞു, ആൻജിയോഗ്രാം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുക, ഇപ്പോൾ ശുശ്രൂഷയ്ക്കൊന്നും പുറത്തെന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. അതുകൊണ്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് പുള്ളി ഒന്ന് കാണണം. യോഗം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ഞാൻ ആ ദൈവദാസൻ്റെ വീട്ടിലെത്തി. ശാരീരിക സ്ഥിതി കൊണ്ട് പുറത്തിറങ്ങാതെ ശുശ്രൂഷയ്ക്ക് പോകാതെ കഴിയുന്ന ആ ദൈവദാസൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ തൻ്റെ വൈഫ്, തൻ്റെ 2 കുഞ്ഞുങ്ങൾ, പപ്പ എല്ലാം ഇറങ്ങി വന്നു. ഞാൻ ആ വീട്ടിൽ കയറി ചെന്നു. ഈ സഹോദരൻ അല്ലെങ്കിൽ ദൈവദാസൻ കിടക്കുന്ന കിടക്കയ്ക്ക് അരികിൽ ഞാൻ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചു. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ, ശുശ്രൂഷയ്ക്കെതിരെയുള്ള ബന്ധനത്തെ അഴിക്കണം, പോരാട്ടത്തെ അഴിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വണ്ടി ഓടിച്ച് തിരുവല്ലായിലുള്ള എൻ്റെ വീട്ടിലേക്ക് ഞാൻ വരുന്ന വഴിക്ക് പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായി ഇടപെട്ടു. എന്നോട് പരിശുദ്ധാത്മാവ് ചോദിച്ചു, നീ എന്താണ് അവിടെ ഇന്ന് പ്രാർത്ഥിച്ചത്? ഞാൻ പ്രാർത്ഥിച്ച പോയിൻ്റ് വാക്കുകൾ ഇങ്ങനെയാണ്: ഈ ദൈവദാസൻ്റെ ശുശ്രൂഷയ്ക്കെതിരെയുള്ള പോരാട്ടങ്ങൾ അഴിക്കണം, ഈ ദൈവദാസൻ പുറത്തിറങ്ങാൻ കഴിയാതെ തന്നെ രോഗാത്മാവിലിട്ടിരിക്കുന്ന കെട്ടിനെ അഴിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച്, എൻ്റെ കർത്താവ് ആ യാത്രയിൽ എൻ്റെ അന്തരാത്മാവിൽ വെളിപ്പെട്ടിട്ട് അതിൻ്റെ യഥാർത്ഥ നിജസ്ഥിതി എന്നെ വെളിപ്പെടുത്തി. കർത്താവിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്:
അവൻ്റെ മേലുള്ള രോഗം പോരാട്ടമല്ല, അവൻ്റെ മേലുള്ള രോഗം ബന്ധനമല്ല. ഞാൻ അവനെ എൻ്റെ ശുശ്രൂഷയുടെ അടുത്ത ലെവലിലേക്ക് എത്തിക്കേണ്ടതിന് ഞാൻ എൻ്റെ കരം അല്പമൊന്ന് കാഠിന്യമാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ ആ പ്രാർത്ഥിച്ച പ്രാർത്ഥന തെറ്റ് എന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിച്ചപ്പോൾ ഞാൻ കാറിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞ് ദൈവത്തോട് ഞാൻ മാപ്പ് പറയേണ്ടി വന്നു. ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുക. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ അത് ശാപമാണ്, അത് രോഗമാണ്, അത് ബന്ധനമാണ്, അത് പിശാചിൻ്റെ കെട്ടാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനല്ലേ പെന്തക്കോസ്തുകാരായ നമുക്കും ഇഷ്ടം. പക്ഷേ ദൈവത്തിൻ്റെ ആത്മ പറയുന്നു അങ്ങനെയല്ല. ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പെടേണ്ടതിനാണ് ആ കടം അവന് കിട്ടിയത്, ആ രോഗം അവന് വന്നത്, ആ വിഷയത്തിൽ കൂടെ കടന്നു പോകുന്നത്. ഇവിടെ ഇതേ അർത്ഥത്തിൽ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ ചോദിക്കുക. നമ്മൾ ഓരോരുത്തരും പറഞ്ഞ പോലെ യേശുവിൻ്റെ ശിഷ്യന്മാരും പറയുക, റബി, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടാണോ ഇവരിങ്ങനെ ഇരിക്കാൻ കാരണം? യേശു കർത്താവ് അതിന് ക്ലാരിഫൈ ചെയ്യുകയാണ്. യേശു കർത്താവ് അതിന് ഒരു മറുപടി കൊടുക്കുകയാണ്. കുഞ്ഞുങ്ങളെ, ഇവൻ പിറവിയിലെ മുടന്തനാകാൻ കാരണം ഇവൻ്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടൊന്നുമല്ല, ഇവൻ പാപം ചെയ്തിട്ടുമല്ല. പിന്നെ ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിപ്പെടാൻ. അപ്പം ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാണ് ഇന്ന് നിങ്ങളെ ഈ കഷ്ടതയിൽ കൂടെ ദൈവം കടത്തിവിടുന്നത്. അത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്ന് സ്വതന്ത്രം പറഞ്ഞു. നിങ്ങളെവിടെയുമാകട്ടെ, നിങ്ങൾ കടന്നു പോകുന്ന ഈ താഴ്വര ഒരുപക്ഷെ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തതായിരിക്കും. ഒരുപക്ഷെ തലമുറയുടെ വേർപാടായിരിക്കാം, ക്യാൻസർ എന്ന രോഗത്താൽ പിടിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം, ഹാർട്ടിന് തകരാറുകൾ സംഭവിച്ച വ്യക്തിയായിരിക്കാം, ലക്ഷങ്ങൾ കടം നിൻ്റെ ജീവിതത്തിൽ വന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം, കുഞ്ഞുങ്ങളെ ഓർത്ത് നിരാശപ്പെടുന്ന, ഭാവി ഓർത്ത് കലങ്ങുന്ന വ്യക്തിയായിരിക്കാം. ഇന്ന് രാവിലെ ഇങ്ങനെ പ്രാർത്ഥിച്ചു നോക്ക്, കർത്താവേ, നിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാനാണ് ഈ കഷ്ടത, ഈ പ്രതികൂലം, ഈ സാഹചര്യം എനിക്ക് വന്നതെങ്കിൽ ഞാനതിനെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ പൗലോസ് പറഞ്ഞതുപോലെ പറയണം, നിൻ്റെ കൃപ എനിക്ക് മതി. യേശു കർത്താവ് പൗലോസിനോട് പറഞ്ഞത് അങ്ങനെയാണ്, ഈ ശൂലം മാറ്റണേ, ഈ കഷ്ടത മാറ്റണേ എന്ന് പറഞ്ഞപ്പോൾ യേശു അപ്പച്ച എന്താ പറഞ്ഞേ? എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയെ തികഞ്ഞു വരുന്നു. അപ്പോൾ പൗലോസ് പറഞ്ഞെന്താ? കർത്താവ്, ഇത് സഹിക്കാനുള്ള കൃപ എനിക്ക് തരണം. അതേ പ്രിയരെ, ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും ദൈവത്തോട് പറയേണ്ടത് മാറ്റണേ, മാറ്റിത്തരണമേ എന്ന് പറഞ്ഞ് സാഹസിക്കുകയല്ല ചെയ്യണ്ടേ. കർത്താവേ, ഇത് നിൻ്റെ പ്രവൃത്തി വെളിപ്പെടാനാണ്. എൻ്റെ വീട്ടിൽ നല്ല പ്രായത്തിൽ എൻ്റെ കുഞ്ഞ് മരിച്ചത്, നല്ല പ്രായത്തിൽ ഞാൻ ഈ കടഭാരത്തിൽ കയറി, നല്ല പ്രായത്തിൽ എൻ്റെ ജീവിതത്തിൽ പല നഷ്ടങ്ങൾ വന്നത് നിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാനാണെങ്കിൽ, ഇനി ജനിച്ചപ്പോൾ തന്നെ ഞാൻ മുടന്തനായിട്ടോ ചെകിടനായിട്ടോ ഒക്കെ ഞാൻ ജനിച്ചതാണെങ്കിൽ ഇന്ന് രാവിലെ ഇങ്ങനെ പറയണം, കർത്താവ്, നിൻ്റെ പ്രവൃത്തി എന്നിൽ വെളിപ്പെടാനാണ് ഈ ശോധനയിൽ കൂടെ എന്നെ കടത്തിവിടുന്നതെങ്കിൽ അത് സഹിക്കാനുള്ള കൃപ എനിക്ക് എന്ത് ചെയ്യണം? തരണം. ഇങ്ങനെ യേശു കർത്താവ് ഇവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞിട്ട് യേശു എന്ത് ചെയ്യുന്നറിയാമോ? അടുത്ത ഭാഗത്ത് കാണുന്ന ഇങ്ങനെയാണ്. യേശു ഈ കുരുടനെ കണ്ടിട്ട് ചെയ്ത ഒരു പ്രവൃത്തിയാണ് കണ്ട് നിലത്ത് തുപ്പി. നിലത്ത് എന്ത് ചെയ്തു? തുപ്പി. മണ്ണിനകത്ത് യേശു തുപ്പി. എന്നിട്ട് ആ തുപ്പൽ കൊണ്ട് അവിടെ അല്പം ചേർ എന്ത് ചെയ്തു? ഉണ്ടാക്കി. ആ ചേറ് ഇവൻ്റെ കണ്ണിലോട്ട് തേച്ച് വെച്ചു. രണ്ട് കണ്ണിനും കാഴ്ചയില്ലല്ലോ. യേശു ചെയ്ത കാര്യം നോക്കണം. ആ ചേറെടുത്ത് രണ്ട് കണ്ണിലും എന്ത് ചെയ്തു? തേച്ച് വെച്ചു. എന്നിട്ട് ഇവനോട് പറഞ്ഞു, ഈ കുരുടനായ വ്യക്തിയോട് പറയുക, ശീലോകാംകുളത്തിൽ പോയി നീ എന്ത് ചെയ്യുക? കഴുകുക. അങ്ങനെ അവൻ ശീലോകാംകുളത്തിൽ പോയി ഇവൻ്റെ കണ്ണ് രണ്ട് കഴുകി. യേശു നിലത്ത് തുപ്പി ചേറുണ്ടാക്കി കണ്ണി പുരട്ടിയിട്ട് ശീലോകാംകുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞപ്പോൾ കഴുകി അവൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ എന്ത് ചെയ്തു? നേരത്തെ പോലല്ല, അവൻ്റെ കണ്ണ് എന്ത് ചെയ്യാം? കാണാൻ കഴിഞ്ഞു, കാഴ്ച കിട്ടി. യേശു ഏതെല്ലാം നിലയിൽ സൗഖ്യമാക്കിയിട്ടുണ്ട്. യേശു തൊട്ട് സൗഖ്യമാക്കിയിട്ടുണ്ടല്ലേ? യേശു പറഞ്ഞ് സൗഖ്യമാക്കിയിട്ടുണ്ടല്ലേ? യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ട് സൗഖ്യമാക്കിയിട്ടുണ്ടല്ലേ? യേശു തൊട്ടില്ല, യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ട് സൗഖ്യമായിട്ടുണ്ടല്ലേ? അപ്പം യേശു പല നിലയിലും
സൗഖ്യങ്ങൾ വരുത്താനുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ വ്യത്യസ്തമായ ഒരു മാനദണ്ഡമാണ് യേശു ഉപയോഗിച്ചത്. തൊട്ട് സൗഖ്യമാക്കിയെന്നല്ല. ഒരിക്കൽ യേശുവിൻ്റെ അടുക്കെ വന്ന ഒരു ചെകിടൻ പറഞ്ഞു, എനിക്ക് കാഴ്ച കിട്ടും എന്ന് പറഞ്ഞു. യേശു ചെവിയിൽ വിരലിട്ടു പ്രാർത്ഥിച്ചു. അവൻ്റെ കാഴ്ച എന്ത് ചെയ്തു? കേൾവി എന്ത് ചെയ്തു? കിട്ടി. ഇവിടെ ഈ അല്പം പ്രയാസമുള്ള കാര്യമാണ് യേശു അവിടെ ചെയ്തത്. തുപ്പിയിട്ട് മണ്ണ് കുഴച്ചു. ആ കുഴച്ച മണ്ണ് കണ്ണി തരച്ചു. ശീലോകാമ്പു കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. യേശുവിന് കാഴ്ച പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു? ഭർത്തിമാരുടെ കണ്ണിൽ കൈവച്ച് വിരൽ വെച്ച് സൗഖ്യമാക്കിയതുപോലെ യേശുവിന് സൗഖ്യമാക്കിയാൽ പോരായിരുന്നോ? ഇവിടെ എന്തുകൊണ്ടാണ് ഈ മണ്ണ് പുരട്ടി കുഴച്ച് തേച്ച് ശീലോകാൽ കൊണ്ട് കഴുകാൻ പറഞ്ഞത്? കാരണം നമ്മുടെ ദൈവം കുറവ് തീർക്കുന്നവനാണ്. യേശു കർത്താവ് കുറവ് തീർക്കും. നമ്മുടെ യഹോവയായ ദൈവത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ കാണുന്നത്, അവൻ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അത് ജീവനുള്ള ദേഹിയാകേണ്ടത് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അവൻ ജീവനുള്ള ദേഹിയായി എഴുന്നേറ്റ് വന്നു. എന്തുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ച്? നിലത്തെ പൊടി കൊണ്ട്. അപ്പോൾ ഇവനെ സൃഷ്ടിച്ചത്, ഈ കുണ്ടനെ സൃഷ്ടിച്ചത് ആര് തന്നെയാണ്? ഈ ദൈവം തന്നെയാണ്. അവന് ഒരു പോരായ്മ അവൻ്റെ സൃഷ്ടിയിൽ വന്നപ്പോൾ ആ പോരായ്മ നികത്തുവാൻ ആ മണ്ണ് തന്നെ എടുത്ത് എന്ത് ചെയ്തു? തേച്ച് അവന് കാഴ്ച എന്ത് ചെയ്തു? കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്ങനെയാണെന്ന് ചോദ്യം ചെയ്യാനല്ല നമ്മളെ ദൈവം വിളിച്ചത്. ദൈവം ഏത് നിലയിൽ നമ്മെ സൗഖ്യമാക്കിയാലും ആ സൗഖ്യം ഏറ്റെടുക്കുക എന്നുള്ളതാണ് വിഷയം. യേശു കൈവച്ച് സൗഖ്യമാക്കി. ഇവിടെ ഇതാ പ്രകൃതിയുടെ അവൻ ഈ മണ്ണ് എടുത്ത് അവന് സൗഖ്യം കൊടുത്തു. ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോട് പറയട്ടെ, ഈ സൗഖ്യം പ്രാപിച്ചുകൊണ്ട് താൻ വീട്ടിൽ വന്നപ്പോൾ അയൽവക്കക്കാർ, 8-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അയൽവക്കക്കാരും അവനെ മുമ്പേ ഇരുന്നവനായി കണ്ടവരും ഇവനല്ലോ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവനെന്ന് പറഞ്ഞു. ആരൊക്കെ? ഇവനെ മുമ്പേ കണ്ടിട്ടുള്ളവരും, മറ്റൊന്ന് അയൽവക്കക്കാരും, മറ്റൊന്ന് ഭിക്ഷ യാചിക്കുന്നത് കണ്ടിട്ടുള്ളവരും. അപ്പോൾ 3 കൂട്ടർ ഇവനെ കണ്ടു. ഒന്ന്, ഇവൻ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്നവർ, ആ സാഹചര്യം കണ്ടവർ. ഒന്ന്, ഇവൻ മുമ്പേ ഇവിടെ ഇരുന്നവനല്ലേ എന്ന് ചിന്തിക്കുന്ന. അടുത്തത്, അയൽവക്കക്കാർ വന്ന് ചോദിക്കുക, ഇവൻ തന്നെയാണോ? ഇപ്പോൾ പറയുന്നുണ്ട് ഇവനല്ലായിരിക്കും, ഇവനെ പോലെ മറ്റാരെങ്കിലും ഒക്കെ ആയിരിക്കും എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവൻ പറയുകയാണ്, ഇല്ല, ഇത് ഞാൻ തന്നെയാണ്, മറ്റാരുമല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ കുരുടനായി ജനിച്ചനുണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്ന് കൈ നീട്ടി ഭിക്ഷ യാചിച്ചൊരു മനുഷ്യൻ ഞാൻ തന്നെയാണ്. എനിക്ക് പറ്റിയ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യേശു എന്ന ഒരു മനുഷ്യൻ വന്ന് നിലത്തെ തുപ്പിയിട്ട് ചേറ് കണ്ണി തേച്ചിട്ട് പറഞ്ഞു, ശീലോകായിക്കൊണ്ട് കഴുകുക. ഞാൻ അങ്ങനെ ചെയ്തു, എനിക്ക് കാഴ്ച കിട്ടി. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് യേശു എന്ന മനുഷ്യൻ എന്നാണ്. എന്നാൽ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഈ മനുഷ്യൻ പറയുന്നത് യേശുവിനെ പറ്റി ആദ്യം പറഞ്ഞത് യേശു എന്ന മനുഷ്യൻ എന്നാണെങ്കിൽ 17-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ നോക്കൂ. അവിടെ പറയുന്നത് പ്രവാചകൻ എന്നാണ്. ആദ്യം യേശു എന്ന മനുഷ്യൻ എന്ന് പറഞ്ഞു. അവിടുന്ന് 17-ാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ പറയുകയാണ് പ്രവാചകൻ. 33-ാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ കർത്താവെന്ന് പറഞ്ഞ് അവനെ സ്വീകരിച്ചു. മാറ്റം കണ്ടോ? ജീവിതത്തിൽ ഒന്നും കണ്ടിട്ടില്ല, യേശുവിനെ കണ്ടിട്ടില്ല, വൃക്ഷങ്ങൾ കണ്ടിട്ടില്ല, സസ്യങ്ങൾ കണ്ടിട്ടില്ല, ജനിപ്പിച്ച അപ്പനെ അമ്മയെ ഒന്നും കണ്ടിട്ടില്ല. കുരുടനായി ജനിച്ച ഈ വ്യക്തിക്ക് യേശുവിനുള്ള വെളിപ്പാട് കണ്ടു. ആദ്യം മനുഷ്യനായി തോന്നിയെങ്കിലും പിന്നെ പ്രവാചകനായിട്ട് തോന്നിയെങ്കിലും അടുത്തത് 3-ാമത് വായിക്കുന്നത് ഇവൻ തന്നെ കർത്താവ്. ഇന്ന് രാവിലെ കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയണമെങ്കിൽ നിന്റെ കണ്ണ് തുറക്കണം. കണ്ണ് തുറക്കാത്തത് കൊണ്ടാണ് കർത്താവിനെ അറിയേണ്ടതുപോലെ പലപ്പോഴും നമുക്ക് അറിയാത്തത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ വീട്ടിൽ വിടുതൽ കിട്ടാത്തത്. ഇന്ന് രാവിലെ നിങ്ങളുടെ വിഷയത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരെന്ന് പറഞ്ഞ് നടക്കാതെ, നിങ്ങളെ ആരെങ്കിലും നോക്കി ശപിക്കപ്പെട്ടവരെന്ന് പറഞ്ഞ് അത് കേട്ട് വേദനിച്ച് നടക്കാതെ ദൈവത്തോട് നിങ്ങളുടെ കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. ദൈവ പ്രവൃത്തി നിങ്ങൾ വെളിപ്പെടാൻ ഇന്നും നിങ്ങൾ കടന്നു പോകുന്ന ഈ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തും. 1 ശമൂവേലിന്റെ പുസ്തകത്തിനകത്ത് ഇങ്ങനെ ഹന്നായുടെ ഗർഭപാത്രം ദൈവം അടച്ചു. എന്നാൽ 2-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ് ദൈവം അവളുടെ ഗർഭപാത്രം തുറന്നു. എന്തിന്?
ഒരു ദൈവപ്രവൃത്തി അവളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി ഒരു ശാമുവേലിനെ അവൾക്ക് കൊടുത്തിട്ട് ആലയത്തിൽ വരും കാലങ്ങളിൽ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട പ്രവാചകൻ്റെ അല്ലെങ്കിൽ പുരോഹിതൻ്റെ മക്കൾ, ഈ ഏലിയുടെ മക്കൾ, യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടവർ, പെട്ടകത്തോട് ചേർന്ന് കിടക്കേണ്ടവർ വഷളന്മാരായി തെറ്റിപ്പോയിട്ട് പാവങ്ങളായ വിശ്വാസികൾ കൊണ്ടുവന്ന് യാഗം കഴിക്കുന്ന മാംസത്തിനകത്തുനിന്ന് മുപ്പല്ലി കൊണ്ട് കൊത്തിയെടുത്ത് അതിൻ്റെ നല്ല പാകം ചെയ്ത് തിന്നു നടന്ന് പുരോഹിതൻ്റെ ഏലിയുടെ മക്കളുടെ അധപ്പതന സമയത്ത് ആലയത്തിലെ ശുശ്രൂഷ ചെയ്യാൻ യഹോവയ്ക്ക് ഒരു പ്രവാചകനെ, ഒരു പുരോഹിതനെ വേണമായിരുന്നു. അതിന് ദൈവം കണ്ടത് ഹന്നായുടെ തലമുറയാണ്. അതുകൊണ്ട് ദൈവം ആ കാലത്തേക്ക് ആലയത്തിലേക്ക് അവളെ കൊണ്ട് ആ കുഞ്ഞിനെ കൊടുപ്പിക്കേണ്ടതിന് ദൈവം അവളുടെ ഗർഭത്തെ അടച്ചു വെച്ചു. ആദ്യം അവളുടെ ഗർഭം തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ഒരിക്കലും ഇവൾ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. ഒരിക്കലും ഇവൾ ആലയത്തിൽ വന്ന് പറയത്തില്ല, ദൈവം എനിക്കൊരു പുരുഷപ്രജയെ തന്നാൽ ഞാനത് കർത്താവിന് വേണ്ടി കൊടുത്തേക്കാം, ആലയത്തിന് വേണ്ടി കൊടുത്തേക്കാം എന്നൊരിക്കലും പറയത്തില്ലായിരുന്നു. സ്വാഭാവിക നിലയിൽ കല്യാണം കഴിച്ച് ഒരു ഭാര്യ ഗർഭിണിയായി, ഒരു കുഞ്ഞുണ്ടായി, അതിനെ വളർത്തേണ്ട രീതിയിൽ എന്ത് ചെയ്യുക? വളർത്തുക. ആലയത്തിൽ കൊണ്ടുവരികയോ പ്രതിഷ്ഠ എടുക്കുകയോ തീരുമാനം എടുക്കുകയോ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ വളരേണ്ടവനല്ല എന്ന് ശാമുവേലിനെ കുറിച്ച് ദൈവത്തിന് ഗിതമുള്ളതുകൊണ്ട് ശാമുവേൽ ഇവിടെ ഉദരത്തിൽ ജനിക്കാൻ അല്പം ദൈവം വെയിറ്റ് ചെയ്തു. അതുകൊണ്ടാണ് കുഞ്ഞ് ജനിക്കാത്തത്. അല്ലാതെ ഹന്നായ്ക്കൊരു കുഞ്ഞിനെ ജനിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ കുഞ്ഞുങ്ങളില്ലാതെ? ഇതാ കേട്ടെ, നിനക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, നിന്റെ ഉദരത്തിൽ ജനിക്കുന്ന തലമുറയെ നാളെ ദൈവത്തിന് വേണ്ടി വേണ്ടിയതുകൊണ്ട് നീ സ്വമേധ കൊടുക്കത്തില്ലെന്ന് ദൈവത്തിന് അറിയാം കേട്ടോ. നിന്റെ കിട്ടിയ നീ പഠിപ്പിച്ച് ഡോക്ടറോ എൻജിനീയറോ അല്ലെങ്കിൽ കളക്ടറോ ഒക്കെ ആക്കി നീ അങ്ങ് മാറ്റും. എന്നാൽ ദൈവത്തിൻ്റെ പർപ്പസ് അതല്ല, ആലയത്തിൽ വളരണമെന്ന്. അപ്പോൾ തലമുറ ഇല്ലാതിരിക്കുന്നതിൻ്റെ കാര്യം എന്താ അറിയോ? നിന്റെ ഉദരത്തിൽ ജനിക്കുന്നതിന് ദൈവത്തിന് വേണ്ടിയത് കൊണ്ടാണ്. അപ്പോൾ ഇന്ന് തീരുമാനമെടുത്തു, ദൈവം എനിക്കൊരു തലമുറ തന്നാൽ ഞാനത് ആലയത്തിൽ കൊടുക്കും എന്ന് പറഞ്ഞേ. ദൈവം എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ അത് പെട്ടകത്തോട് ചേർന്ന് കിടക്കാൻ ഞാൻ സമർപ്പിക്കുമെന്ന് പറഞ്ഞേ. നിന്റെ വീട്ടിൽ കർത്താവിൻ്റെ വേല ചെയ്യാൻ ഒരഭിഷിക്തനെ കാണുന്നു കുഞ്ഞെ. നിന്റെ ഭർത്താവിൻ്റെ വീട്ടിൽ, നിന്റെ വീട്ടിൽ ഒരുപക്ഷെ അങ്ങനെ ഒരാളില്ലായിരിക്കാം, പക്ഷെ അത് നിന്റെ തലമുറയാണ്. നിന്റെ ഉദരത്തിൽ ജനിക്കുന്നതിനെയാണ് ദൈവം കണ്ടിരിക്കുന്നത്. എടാ, പെനീനയ്ക്ക് തലമുറയെ കൊടുക്കാൻ പറ്റിയ ദൈവത്തിന് ദിവസവും പള്ളിയിൽ പോകുന്ന ഹന്നയ്ക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയത്തില്ലേ? തീർച്ചയായും കഴിയും. പെനീനയ്ക്ക് കുഞ്ഞിനെ 2 കൊടുത്തെങ്കിൽ ഈ ഹന്നയ്ക്ക് 4 കൊടുക്കാൻ ദൈവത്തിന് കഴിയും. പക്ഷെ ഹന്നായുടെ ഗർഭം അടച്ചു വച്ചതിൻ്റെ കാര്യം, ഇപ്പോൾ ഹന്നായ്ക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആലയത്തിൽ അവൻ വരത്തില്ലെന്നറിയാം, അമ്മ കൊണ്ട് കൊടുക്കത്തില്ലെന്നറിയാം. പക്ഷെ കുഞ്ഞില്ലാതെ വന്നപ്പോൾ അവൾ നിന്ദിക്കപ്പെട്ടു, ഭർത്താവിനെ കൈവിട്ടു, പരിഹാസങ്ങൾ ഏറി വന്നു. അവൾ ആലയത്തിൽ പോയി കരഞ്ഞു. ദൈവത്തോട് അവൾ പറഞ്ഞു, ദൈവമേ, നീ എനിക്ക് കുഞ്ഞിനെ തന്നാൽ ആ കുഞ്ഞിനെ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി തരും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു തീരുമാനമെടുക്കുക. നിൻ്റെ വയറ്റിലോട്ട് കൈവച്ചിട്ട് നീ പറ, ഈ ഗർഭപാത്രത്തിനകത്ത് എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ അത് അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഞാൻ തരുമെന്ന് തീരുമാനമെടുത്തേ. ഈ ദിവസങ്ങളിൽ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അത് ശാപമല്ല, അത് ആരും ചെയ്ത പ്രവൃത്തിയുടെ ദോഷമല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാനാണ് ഇപ്പോൾ ആ വിഷയത്തിൽ ശൂന്യത സംഭവിച്ചിരിക്കുന്നത്. യോഹന്നാൻ 9:3 വാക്യം ബൈബിൾ തുറന്ന് ഇന്ന് രാവിലെ എടുക്കണം കേട്ടോ. മോനെ ഇങ്ങോട്ട് നോക്കി. യോഹന്നാൻ്റെ സുവിശേഷം 9 അധ്യായം 3 വാക്യം എടുക്കണം കേട്ടോ. ആ വാക്യത്തിലോട്ട് കൈവച്ചിട്ട് നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കും, കർത്താവേ, ഈ വാക്യം ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഈ വിഷയത്തിന് പരിഹാരം തരാൻ ലേറ്റായ എൻ്റെ കാര്യം എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഗർഭപാത്രത്തെ നീ തുറക്കും, എനിക്കൊരു കുഞ്ഞിനെ തരും. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കടം വീടും. ഞാൻ വിശ്വസിക്കുന്നു, എനിക്കൊരു വീട് കിട്ടും.
ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഈ രോഗം മാറും, എൻ്റെ ഈ തൈറോയ്ഡ് മാറും, ഗർഭാശയപരമായ രോഗങ്ങൾ, കുരുക്കൾ എല്ലാം മാറും, എടുത്ത് കളയണം എന്ന് ഡോക്ടർമാർ വിധി എഴുതിയതിനകത്ത് നിർജീവമായ അവസ്ഥയ്ക്കകത്ത് ഒരു കുഞ്ഞിന് ജന്മം തരാൻ കർത്താവിന് കഴിയും. പറ, വിശ്വസിക്കുന്നു പറ. ദൈവം നിങ്ങളുടെ വീട്ടിൽ ഇന്ന് അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. എനിക്കറിയില്ല പ്രിയരെ, എന്താ ഇന്ന് രാവിലെ ദൈവാത്മാവ് അങ്ങനെ ദൂതിലേക്ക് പോയെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊരു കാര്യം അറിയാം, ആരോ ഈ സന്ദേശം കണ്ണുനീരോടെ കേൾക്കുന്നുണ്ട്. ആരോ നിറഞ്ഞ മനസ്സോടും തകർന്ന ഹൃദയത്തോടും ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. ലോകരാജ്യങ്ങളുള്ള ആയിരക്കണക്കിന് ജനം ഇത് മെസ്സേജ് കേൾക്കുകയല്ലേ. ആരിലൊക്കെയോ ദൈവാത്മാവ് ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കുക. ഭയപ്പെടേണ്ട, നിന്റെ ഈ അവസ്ഥ മാറും, നിന്റെ സ്ഥിതി മാറും. നിങ്ങൾ ദൈവപ്രവൃത്തി വെളിപ്പെടാനാ ഇത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പക്ഷെ യേശുവിനെ നീ അറിയേണ്ടതുപോലെ അറിയണം. കുരുടൻ യേശുവിനെ ആദ്യം അറിഞ്ഞത് ഒരു മനുഷ്യൻ എന്ന നിലയിലാണെങ്കിൽ, രണ്ടാമത് അറിഞ്ഞത് ഒരു പ്രവാചകൻ എന്ന നിലയിലാണ്. പക്ഷേ മൂന്നാമത് യേശുവിനെ അറിഞ്ഞത് അവനാണ് എൻ്റെ കർത്താവ്. ഇന്ന് രാവിലെ അറിയേണ്ടതുപോലെ യേശുവിനെ അറിയേ. എന്നിട്ട് പറ, അങ്ങാണ് എൻ്റെ കർത്താവ്, അങ്ങാണ് എന്നിൽ കർത്തൃത്വം നടത്തുന്നവൻ, അങ്ങ് മാത്രം എൻ്റെ ദൈവമാണ്. പറയാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സന്ദേശം ആയിരക്കണക്കിന് ജനത്തിന് ആശ്വാസമാകട്ടെ. ഇന്ന് രാവിലെ നിറകണ്ണുകളോടെ ഈ സന്ദേശം കേട്ടവരുണ്ടപ്പ, ഞാൻ അവരെ ബ്ലസ് ചെയ്യുന്നു, അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, ഇവർ ഇന്ന് കടന്നു പോകുന്ന ഈ അവസ്ഥ നാലാടെ മുമ്പിൽ ശാപമാണെന്നും അതൊരു പൈശാചികമാണെന്നും അതൊരു ബന്ധനമാണെന്നും ആരോ ശപിച്ചതാണെന്നും അത് സ്വയം തൊഴിലുകൊണ്ട് അവരുടെ കയ്യിരിപ്പ് കൊണ്ട് സംഭവിച്ചതാണെന്നൊക്കെ പറഞ്ഞ് നിന്നെ അനുഭവിക്കുന്ന ഒത്തിരി പേരെന്നെ കേൾക്കുന്നുണ്ട്. കർത്താവെ, ഇന്ന് രാവിലെ കർത്താവ് പറഞ്ഞു അതൊന്നും അല്ല എന്നാണല്ലോ കർത്താവ് പറഞ്ഞേ. അങ്ങനെങ്കിൽ അല്ലപ്പ, അങ്ങയുടെ പ്രവൃത്തി ഇവരിൽ വെളിപ്പെടാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്ദിച്ചവരുടെ മുമ്പിൽ ദൈവരെ മാനിക്കണേ. അയൽക്കാർക്ക് അതിശയം വരുമാറ് യേശു കുറവ് തീർത്ത് ഇവരെ മാനിക്കണേ. ഈ വ്യക്തി സൗഖ്യം പ്രാപിച്ചപ്പോൾ അയൽവക്കക്കാർക്കും ഇവൻ മുമ്പേ ഇരുന്നത് കണ്ടവർക്കും യാചിക്കുന്നത് കണ്ടവർക്കും ഒരതിശയമായി ഈ കുരുടൻ മാറിയെങ്കിൽ, ദൈവമേ, ഇന്ന് ഈ സന്ദേശം കേട്ട ഈ മക്കള് അവർ പാർക്കുന്ന ദേശത്ത് അയൽവക്കക്കാരുടെ മുമ്പിൽ പോലും ഇവർ അതിശയമായി മാറട്ടെ. ദൈവം ഇവരുടെ കുറവ് തീർക്കട്ടപ്പ, ഇവരുടെ കുടുംബജീവിതത്തിലുള്ള കുറവ് തീർക്കട്ടെ, ഇവർ ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള കുറവ് തീർക്കട്ടെ, ഇവരുടെ ശാരീരിക മാനസിക മേഖലയിലുള്ള കുറവ് തീർക്കട്ടെ, ഗർഭപാത്രത്തിലുള്ള കുറവ് തീർക്കട്ടെ, ആ ഹോർമോണിൻ്റെ കുറവ് തീർക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരത്ഭുതം ഇപ്പോൾ ഇപ്പോൾ തന്നെ ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഈ സന്ദേശം കേൾക്കുന്ന ഇവരുടെ കാതിലേക്ക് ആത്മാവിൻ്റെ പരിവർത്തനം ഉണ്ടാകട്ടെ. ഈ സന്ദേശം കേൾക്കുന്നവരുടെ കാതിൽ ദൈവത്തിൻ്റെ അഭിഷേകം ഇടിച്ചു കയറട്ടെ. ചില കുറവുകൾ ഇന്ന് പകൽ ഇവരുടെ ഭവനത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന ദൂതന്മാരെ കുറവ് മനസ്സിലാക്കിയത്, അബ്രഹാമിൻ്റെ വീട്ടിൽ ആടുണ്ട്, കുറവില്ല, തൊഴുത്തിൽ കുറവില്ല, കിച്ചണകത്ത് കുറവില്ല, പക്ഷെ വീടിനകത്ത് കുറവുണ്ടെന്ന് അറിഞ്ഞ് ദൂതന്മാർ പറഞ്ഞല്ലോ, അടുത്ത വർഷം നിന്റെ കുറവ് തീർക്കും, ഒരു പുരുഷ പ്രജയെ കിട്ടുമെന്ന്. അങ്ങനെയെങ്കിൽ കർത്താവേ, ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ ദാസന നിലയിൽ ഞാൻ മനസ്സ് തുറന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവര് നാളുകളായി അനുഭവിക്കുന്ന ഈ നിന്ദയിൽ നിന്ന്, ഈ കഷ്ടതയിൽ നിന്ന്, ഈ വേദനയിൽ നിന്ന് ഇവരത് പുറത്തു കൊണ്ടുവരണം. ഞാൻ വിശ്വസിക്കുന്നപ്പോ ചില കുറവുകൾ ഇന്ന് പകൽ തീർക്കട്ടെ, ചില ബന്ധനകൾ ഇന്ന് പകൽ അഴിയട്ടെ, ചില പൈശാചിക കെട്ടുകൾ എന്ന് പറഞ്ഞ് ശാപമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഇവരുടെ കുടുംബജീവിതത്തിനകത്ത് ഇവരുടെ തലമുറയിൽ ഒരു ദൈവിക പദ്ധതി വെളിപ്പെടാൻ ഞാൻ ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അയൽവക്കക്കാരുടെ മുമ്പിൽ, മുമ്പ് ഇവരെ കണ്ടവരുടെ മുമ്പിൽ, മുമ്പ് യാചിക്കുന്നു എന്ന് കണ്ടവരുടെ മുമ്പിൽ ഇവരുടെ സ്ഥിതി ദൈവം മാറ്റണപ്പാ. ഞാൻ അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നപ്പാ. ഗ്രേസ് ടിവിയുടെ പ്രേക്ഷകരെ നീ അനുഗ്രഹിക്കണേ. ഇവരുടെ അവസ്ഥയ്ക്ക് നീ മാറ്റം വരുത്തണേ. ഇവരുടെ കണ്ണുനീരിന് വ്യത്യാസം വരുത്തണമേ. ഞാൻ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ചില സാക്ഷ്യങ്ങൾ കേൾക്കട്ടപ്പാ.
തലമുറ ജനിച്ചത്, കടം മാറിയത്, സ്വന്തമായി വീട് കിട്ടിയത്, ജോലി കിട്ടിയത്, അവസ്ഥ മാറിയത് ഒരു സാക്ഷ്യമായി കേൾക്കട്ടപ്പ. ഉടമന ഹർത്തന റബന റബൽ ഘടക ധുരീമന രഘടക ഉടമന ചൂടിമരിമന മനഘടക സന്തന റബലവന മനഘടക സൈതൽക്കാര ചൂടാമാന അർത്ഥം തേരവരക്ഷം ഘടക സൈതന റഘടക സൈതൻ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തെ ഇന്ന് രാവിലെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കുറവ് തീർക്കുന്ന അപ്പച്ചൻ്റെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങളൊക്കെ ചില കുറവുകളുണ്ടപ്പാ, ഞങ്ങൾക്ക് ചില ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലപ്പാ. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല. ഞങ്ങളെ ഒരു നോക്ക് കാണാൻ ആളില്ല. കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയാൻ ആളില്ലപ്പാ. എന്നാൽ ഇന്ന് രാവിലെ ഞങ്ങളുടെ കുറവുകൾ തീർക്കട്ടെ, ഈ മിനിസ്ട്രിയുടെ കുറവ് തീർക്കട്ടെ, ഗ്രേസ് ടിവിയുടെ കുറവ് തീർക്കട്ടെ, ഞങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. റാമാസേക്കാരാധന, വലിയൊരു ദൈവിക പദ്ധതി ഈ റൂമിൽ ഇറങ്ങി വന്നതിനായി സ്തോത്രം. ഒരു ദൈവത്തിൻ്റെ നീതി ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ കുറവുകൾ ദൈവം തീർക്കും. നിങ്ങളുടെ സ്ഥിതികൾക്ക് ദൈവം വ്യത്യാസം വരുത്തും. ഒരിക്കലും ഭാരപ്പെടേണ്ട. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. ഇത് ദൈവപ്രവൃത്തി നിങ്ങൾ വെളിപ്പെടാനാണ്. ഞാനത് വിശ്വസിക്കും. ഞാൻ ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര തീക്കകത്തിരിക്കുന്ന പോണൊക്കെ എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കറിയാം ഇത് 100 കണക്കിന് വീടുകൾക്കകത്ത് കുറവ് കർത്താവ് തീർക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും ദൈവം അത്ഭുതം ചെയ്യും പ്രിയരെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് കൊണ്ട് ഷെയർ ചെയ്യുക. ഈ മിനിസ്ട്രി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾക്ക് എഴുതുക. യേശു വലിയവ ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.